പിന്നെ യൂട്യൂബ് റവന്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ നോore അജ്മീർ വായക്കാട് വലിയുദ്ദീൻ ഫൈസി ഉസ്താദ് നമ്മുടെ മൊബൈലിലൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ ക്ലാസ് അതിൻ്റെ ഇതിലേക്ക് പോവാണ്, മജ്ലിസിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കുന്നതും അവിടുത്തെ പള്ളി പറഞ്ഞാൽ കുറേ കാലം പഴക്കമുള്ള പള്ളിയാണ്. ആ പള്ളിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകണം. അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പം കിട്ടുന്നതനുസരിച്ച് അടിപൊളിയാക്കി എല്ലാവർക്കും കാണിച്ചു തരാം. ഉമ്മയും ഉപ്പച്ചൊക്കെ ഒരു കാര്യം പോയി കിട്ടും. ഒരു വീഡിയോ എടുക്കാൻ പോയല്ല, ഒരു ക്ലാസ്സൊക്കെ കേൾക്കാൻ പോയതാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് പോണത്. പിന്നെ ക്ലാസ്സിലിരിക്കും ചെയ്യാലോ, അപ്പോൾ അതിനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക് അറിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ രാവിലെ 5:15 ആകുമ്പോഴത്തേനും നമ്മളെ വാഴക്കാട് പള്ളിയിലെത്തിന് കേട്ടോ. അപ്പോൾ ബൈക്കുമ്പോൾ വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം നിധു ഇല്ലേ കേട്ടോ കൂടെ. ഞാൻ ഒറ്റക്കാണ് വന്നത്, കാരണം നിധുവിന് ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒറ്റക്കാണ് വന്നത്. അപ്പം ഇതാണ് പള്ളീൻ്റെ കേട്ടോ. അപ്പം 5:50 ആകുമ്പോഴാണ് ഇത് മജ്ലിസ് തുടങ്ങുള്ളൂ. ഇപ്പം നിസ്കാരത്തിന് വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പള്ളീൻ്റെ ഉൾഭാഗം. അപ്പം എല്ലാവരും നിസ്കാരത്തിന് വേണ്ടി ഇരിക്കുകയാണ്. സമയമാകുമ്പോൾ നിസ്കാരം തുടങ്ങുള്ളൂ. അപ്പോൾ അത് സമയമാകാത്തേക്കാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇത് ഇവിടുത്തെ മൊയിലാരുട്ടലാണ്. ഓലൊക്കെ മോൾക്ക് ഖുർആൻ ഓതാൻ പോവാണ്. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ മജ്ലിസ് തുടങ്ങും കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, മജ്ലിസൊക്കെ കഴിഞ്ഞ് മജ്ലിസ് 2-2.5 മണിക്കൂർ ഉണ്ട് ഇനി. അപ്പോൾ മജ്ലിസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തീനി, പക്ഷേ അത് ഇടാൻ പറ്റൂല കേട്ടോ. അത് ഇതിപ്പോൾ ഒരു ഇതാണല്ലോ, ആത്മീയമായ മജ്ലിസാണല്ലോ, അപ്പോൾ അത് പുറത്തിടാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടാത്തത്. അപ്പം ഇതാണ് പള്ളിൻ്റെ ഉൾഭാഗം കേട്ടോ. ഉൾഭാഗവും ഹൗലൊക്കെ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ഇത് ഞാൻ കാണിക്കുന്നുണ്ട്. അത് പള്ളിൻ്റെ ഡോറാണ് ഇനി വരുന്നത്. ഇത് ബ്രിട്ടീഷുകാർ വെച്ച അടയാളമൊക്കെ ഉണ്ട് ഇതിമേൽ. പണ്ട് 400 വർഷം പഴക്കമുള്ള നല്ല പഴക്കമുള്ള പള്ളിയാണ് ഇത്. പള്ളിൻ്റെ ഇതാണ് കേട്ടോ. പള്ളിൻ്റെ ഉള്ളിലായില്ല കേട്ടോ, പള്ളിൻ്റെ ജസ്റ്റ് ഭാഗം. ഇതാണ് പള്ളിൻ്റെ ഉൾഭാഗം. നിസ്കാരമൊക്കെ എടുക്കണ ഇമാമൊക്കെ നിൽക്കുന്ന സ്ഥലം കാണിച്ചത. ഇതാണ് പള്ളിൻ്റെ ഉൾഭാഗം. ഇതൊക്കെ കുറേ കാലങ്ങളായി ഉള്ളത് പള്ളിയാണ്. കണ്ണിയത്ത് ഉസ്താദൊക്കെ ഉള്ള പള്ളിയാണ്. അപ്പോൾ ഇതാണ്ടോ, ഇത് പള്ളീൻ്റെ ഉൾഭാഗമാണ്. ഇത് പള്ളീൻ്റെ ഒരു സൈഡ് ഭാഗമായിട്ടാണ് വരിക. ഇതാണ്ടില്ലേ, ഇതാണ് ഇമാമ് നിൽക്കുന്ന സ്ഥലം. ഇതൊക്കെ കുറേ പഴക്കമുള്ളതാണ്. അത് കഴിഞ്ഞ് ഇതാ കുറേ ഉസ്താദ്മാരുണ്ടോ. അത് ഉസ്താദിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇവിടെ പഠിക്കുന്ന ഉസ്താദ് കുട്ടികളാണ്. ഓലൊക്കെ ഇപ്പോൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മക്കാമിൽ പോയി വരികയാണ്. ഉണ്ടോ, കുറേ കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ പഠിക്കുന്നത്. കുറേ കുട്ടികളുണ്ട്. അതിന് ശേഷം അതാണ് വലിയുദ്ദീൻ ഫൈസി ഉസ്താദ്, വലിയുദ്ദീൻ ഫൈസിയും കുറേ ഉസ്താദ്മാരൊക്കെ ഒലക്ക മക്കാമിൽ സന്ദർശിച്ച് വരികയാണ്. കണ്ണിയത്ത് ഉസ്താദിൻ്റെ മക്കാമിൽ പോയി വരികയാണ്. നമുക്കൊന്ന് പോയി വരണം. ഇതുപോലെ എല്ലാവരും പോവാണ്. പിന്നെ ഉസ്താദിനോട് അധികാരം സംസാരിക്കാനോ നിന്നില്ല, കാരണം കുറേ ആൾക്കാർ കാണാൻ വന്നിനി. അതിൻ്റെ ഇടയിൽ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന കുറേ ആൾക്കാർ വന്നിനി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കയറി ചെന്നില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ മക്കാമിൽ ചെന്ന്, ഇതാണ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ മക്കാമ്. ഈ പള്ളീൻ്റെ നമ്മളെ വായക്കാട് പള്ളീൻ്റെ നേരെ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അവിടെ ആയിട്ട് തന്നെ ജസ്റ്റ് ഉള്ളത് മക്കാമാണിത്. അങ്ങനെ ഇതുകൊണ്ട് സന്ദർശിച്ച ശേഷം പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയിട്ടോ. അധികം നേരെ ഇവിടെ നിന്നില്ല. അങ്ങനെ ഇവിടെ കുറേ ആൾക്കാർ വേറെ കുസ്താനം കാണാൻ വന്നോലൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ടോ. ഇത് അവരുടെ തന്നെ നോore അജ്മീർ മജ്ലിസാണ്. ഇത് കർണാടകയിൽ എവിടെ നടന്ന പരിപാടി കേട്ടോ. അപ്പോൾ ഇത് അവർ വോയിസ് ഓഫ് വലിയുദ്ദീൻ ഫൈസി എന്ന ചാനലിൽ ഇട്ടില്ല, വേറെ ഏതോ ചാനലിലൂടെയാണ് ഇത് വന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. ഇത് വേറെ കുറേ സ്ഥലത്തൊക്കെ മജ്ലിസ് നടക്കാറുണ്ട്. യൂട്യൂബിൽ വരുന്നത് കൂടുതലും വായക്കാട് വെച്ചിട്ട് തന്നെയാണ് നടക്കൽ. അപ്പോൾ വായക്കാട് അവിടുത്തെ മജ്ലിസ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല, നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഇത് കർണാടകയിൽ നടന്ന മജ്ലിസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ചെറിയ ഭാഗം ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അത് വായക്കാടൊക്കെ പോയി വരികയാണ്. അവിടെ എല്ലാം കണ്ട് മജ്ലിസിൽ ഇരുന്ന് 2-2.5 മണിക്കൂർ ഉണ്ട് കേട്ടോ. മജ്ലിസ് അവിടെയൊക്കെ ഇരുന്ന് ഇപ്പോൾ വരികയാണ്. ഇപ്പോൾ ഏകദേശം 10 കഴിഞ്ഞു കേട്ടോ. 10-11 ആയിന്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ എത്തിന് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അവിടെ സുബൈ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് ഓതി ജസ്റ്റ് കഴിഞ്ഞാൽ തന്നെ മജ്ലിസ് 5:50 ആകുമ്പോഴത്തേനും തുടങ്ങും കേട്ടോ. അവിടെ എത്തി ഇപ്പോൾ കൂടുതൽ ആൾക്കാർ യൂട്യൂബിൽ കാണുന്നവരായിരിക്കും. എല്ലാം അവിടെ വരുന്നവർക്കും അവിടെ ഇരുന്ന് മുസ്താൻ്റെ കൂടെ ചെല്ലാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ 2-2.5 മണിക്കൂറാണ് ഉണ്ടാവുക. അപ്പോൾ കുറേ പ്രയാസം പറഞ്ഞ കുറേ ആൾക്കാർ അവിടെ വരെയുണ്ട്. കുറേ ആൾക്കാർ ഫലം കണ്ടോലൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ അവിടെ വരെയുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ അവിടെ പോയി കേട്ടോ. അപ്പോൾ എല്ലാം സന്ദർശിച്ച് കുറേ വീഡിയോ ഒക്കെ എടുത്തിന് മജ്ലിസിൻ്റെ. അപ്പോൾ ഇസ്ലാമിക് ആയിട്ടുള്ള ആത്മീയമായ മജ്ലിസ് ആയതുകൊണ്ട് പുറത്ത് എന്താ മജ്ലിസ് പുറത്ത് വിടില്ല കേട്ടോ, വീഡിയോയിൽ പുറത്ത് വിടില്ല. ബാക്കിയുള്ള പള്ളിൻ്റെ ഭാഗങ്ങളും പിന്നെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മക്കാമൊക്കെ വിട്ടിന്. പള്ളി എന്ന് പറഞ്ഞാൽ 400 വർഷം പഴക്കമുള്ള പള്ളിയാണ് കണ്ണിയത്ത് ഉസ്താദൊക്കെ. ആ പള്ളിയിലാണ് ഇമാമ ഇനി. അപ്പം ഇപ്പം വലിയുദ്ദീൻ ഫൈസിയാണ് അവിടുത്തെ ഇമാമ. ഉസ്താദ് വലിയുദ്ദീൻ ഫൈസിയാണ് ഇമാമൊക്കെ. അപ്പം ആ പള്ളിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ കാണിച്ചിന്. ഇതിൻ്റെ ബാക്കിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ 3-4 ആൾക്കാരെ ഇന്ന് അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പോലും സംസാരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ പറ്റി കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പിന്നെ ഉസ്താദിനോടൊക്കെ സംസാരിക്കാൻ കേട്ടോ. ഇവർ പിന്നെ അധികം സംസാരിക്കാൻ നീങ്ങില്ല വീഡിയോയിൽ, കാരണം അവർക്ക് മടിയായതുകൊണ്ട്. പിന്നെ ഉസ്താദ് സംസാരിക്കുന്നു, പക്ഷേ ഒന്ന് ഭയങ്കര തിരക്കായി കേട്ടോ. ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ തോന്നുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, കുറേ ആൾക്കാർ അടുത്തുണ്ട്. അപ്പോൾ നല്ല തിരക്കായി. അപ്പോൾ ഉസ്താദിനും അധികം സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ പിന്നെ യൂട്യൂബ് റവന്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഓല് റവന്യൂ വാങ്ങില്ല, മെയിനായിട്ട് യൂട്യൂബിൽ നിന്നൊന്നും എടുക്കില്ല. പിന്നെ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ചാനലിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ജസ്റ്റ് അതിന് എടുക്കുള്ളൂ. അല്ലാതെ പൈസ നന്ദി യൂട്യൂബിൽ നിന്നും അവർ വാങ്ങില്ല. അത് ഒരു ആത്മീയമായ മജ്ലിസാണല്ലോ, അപ്പോൾ പൈസ വാങ്ങുന്നതിന് അതിന് കാര്യമില്ലല്ലോ. അപ്പം പൈസ യൂട്യൂബിൽ നിന്ന് എടുക്കണില്ല. ഇത് ക്യാമറക്കോ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ക്യാമറക്കോ ഓൾക്ക് ഉണ്ട്, എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ചാനലിന് വേണ്ടി മാത്രം എടുക്കുന്നില്ല, വേറെ ഒന്നിനും പൈസ ഒന്നും എടുക്കില്ല കേട്ടോ. ഒരു യൂട്യൂബ് റവന്യൂ ഓല് വാങ്ങലില്ല. ഇതിന് ബാക്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇങ്ങനെ. പിന്നെ ഉസ്താദിനെ സംസാരിക്കുക കഴിഞ്ഞില്ല, വേറെ ദിവസം വരാനാണ് പറഞ്ഞത്. ഉസ്താദിനെ പറഞ്ഞാൽ ഉസ്താദ് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വേറെ ദിവസം നമുക്ക് പോയേക്കണം എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഉസ്താദൊക്കെ സംസാരിക്കുക മതി, തിരക്കില്ലാത്ത ദിവസമൊക്കെ പോകണം, എന്നാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന ഏകദേശം എല്ലാ ആൾക്കാരും എന്താ നമ്മൾ നോore അജ്മീർ വോയിസ് ഓഫ് valiyudheen ഫൈസി എന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോന്ന് വിചാരിക്കുന്നത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, മതി എന്താ അറിയില്ല. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് കയറി വെക്കുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലായിട്ട് ലിങ്ക് കൊടുക്കുക, എന്തായാലും കയറി വെക്കുക. നല്ലൊരു ക്ലാസ് തന്നെയാണ്, നമുക്ക് ദിവസം കാണാനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.